ഈശ്വര ബന്ധനോടെയാണ്. അപ്പോൾ ഈ അഭിമുഖ സംഭാഷണം മോശമാവില്ലെന്ന് വേണം കരുതാൻ. ശരി, പ്രായത്തിൽ മൂത്തതെന്ന് തോന്നുന്ന ചേട്ടത്തിയോടാണ് എൻ്റെ ആദ്യ ചോദ്യം. ചേട്ടത്തിയുടെ പേരെന്താണ്? അപ്പോൾ മറിയാമ്മ ചേട്ടത്തി ഭാഗ്യവതി തന്നെയാണ്. ദൈവത്തിന്റെ കൃപ എന്നും ഉണ്ടാകട്ടെ. ചേട്ടത്തിയുടെ പേരെന്താണ്? റാഹേലമ്മയുടെ വാക്കുകൾ സത്യമായി തീരട്ടെ. അതിരിക്കട്ടെ, വീടും കൂടുമില്ലാത്തവരായി ഈ ലോകത്ത് ആരുമില്ല. ഈ ചേട്ടത്തിമാരുടെ സ്വദേശം എവിടെയാണ്? അപ്പോൾ പരദേശിയാണെന്ന് ചുരുക്കം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ കുടുംബം കൂട്ടാളികളൊക്കെ കാണുമല്ലോ. മറിയാമ്മ ചേട്ടത്തിയുടെ കൂടെയുള്ള ചേട്ടത്തിമാരുടെ ഭർത്താക്കന്മാരെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ ഭർത്താവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് ചുരുക്കം. പാവം ഈ ചേട്ടത്തിമാരുടെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പാട്ട് പാടിയത് കേട്ടു. എന്താണ് റാഹേൽ ചേട്ടത്തിമാരുടെ ഭർത്താക്കന്മാരെ പറ്റിയുള്ള അഭിപ്രായം? സമ്മതിച്ചു, മാണിക്യക്കല്ല് പോലുള്ള ഭർത്താക്കന്മാർ മണ്ണെ പ്രതി പിരിയല്ല. എന്നാലും ഈ മാണിക്യക്കല്ല് മണ്ണും തട്ടിപ്പോകാതെ സൂക്ഷിച്ചാൽ കൊള്ളാം. മറിയാമ്മ ചേട്ടത്തിമാർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു? പ്രിയപ്പെട്ട ചേട്ടന്മാരില്ല, അത് വളർത്തദോഷമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും എല്ലാ മക്കൾക്കും ഒരേ സ്വഭാവമായിരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് ചേട്ടത്തിമാരുടെ മക്കൾ എങ്ങനെ? ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നു, ചേട്ടത്തി നല്ല സുന്ദരിയായിട്ടുണ്ട്. ശരിക്കും ചേട്ടത്തിയുടെ പ്രായം എന്തായിരുന്നു? ചേട്ടത്തിയുടെ പ്രായം എന്നും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നാലും തലമുടി ചോദിച്ചുകൊണ്ട് നടിച്ചിട്ടില്ലല്ലോ. ചേട്ടത്തിമാർ സ്വന്തക്കാരൊക്കെ കണ്ടാലറിയാം ചേട്ടത്തിമാർ നല്ല സമ്പാദ്യമൊക്കെ ഉള്ളവരാണ്. എന്തെല്ലാമാണ് ചേട്ടത്തിമാരുടെ സമ്പാദ്യങ്ങൾ? യേശുവെന്ന സമ്പത്ത് കൂടെ ഉണ്ടെങ്കിൽ ചേട്ടത്തിമാർക്ക് മറ്റ് സമ്പത്ത് താനേ വന്നുള്ളൂ. ചേട്ടത്തിമാർക്ക് കഷ്ടത്തിൽ വരുമ്പോൾ
ഇപ്പോൾ എങ്ങനെ തരണം ചെയ്യുന്നു? സന്തോഷവും ദുഃഖവും മാറി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മനുഷ്യനായ ജീവിതം സമർപ്പിച്ച യേശുരാജിന് മുമ്പിൽ എത്രയോ നിസാരമാണ്. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? ചേട്ടന്മാർക്ക് തൂങ്ങുമ്പോൾ കാലുവേദന അനുഭവപ്പെടാറുണ്ടോ? ഈശ്വര മനസ്സ് എന്നും വിപനത്തോടു കൂടി തന്നെ അവരെ നിലനിർത്തുന്നു. അതുകൊണ്ട് ഇവർക്ക് മാനിന്റെ വേഗത ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ചേട്ടന്മാർ സീരിയൽ, സിനിമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ താല്പര്യങ്ങൾ കാണിക്കാറുണ്ട്. ഈ ചേട്ടന്മാർ എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? അമ്മായിമ്മ മരുമക്കൾ പോലില്ലാത്ത കുടുംബങ്ങൾ വിരളമാണ്. ഇവിടെ അമ്മായിമ്മമാരായ ചേട്ടത്തിമാരും മരുമക്കളായ ചേട്ടത്തിമാരും വിദ്യമാണ്. ആദ്യം നമുക്ക് മരുമക്കളോട് ചോദിക്കാം, ഈ അമ്മായിമ്മമാരെ പറ്റി എന്താണ് അഭിപ്രായം? ശരി, മരുമക്കളെ കുറിച്ചുള്ള അഭിപ്രായം? മറുപടി പറയുന്നുണ്ടോ? ചേട്ടത്തിമാർക്ക് ആഭരണങ്ങളെ കൊണ്ടുണ്ടോ? ശരിയാണ് ചേട്ടത്തിമാരെ, സ്വർണ്ണത്തെക്കാളും രക്തത്തെക്കാളും ഈശ്വരനിഷ്ടം വേദനിക്കുന്ന മനസ്സുകളെയാണ്. ഇവിടെ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ചേട്ടത്തിമാർ സ്പ്രേയും മറ്റും ഉപയോഗിക്കുന്നത് ധാരാളമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. എന്നാൽ ഇവിടെ ഈ സുഗന്ധ പരിമളത്തിന് കാരണം എന്താണ്? ആദാശ്രീകാരുടെ ഈ ദേവാലയം വളരെയധികം കീർത്തി കേട്ടതാണ്. ഈ കീർത്തി കേട്ട ഈ പള്ളിയെ കുറിച്ച് എന്താണ് ചേട്ടന്മാരുടെ അഭിപ്രായം? ചേട്ടത്തിമാരെ, ഇവിടെ രണ്ട് ചെറുപ്പക്കാരായ ഊർജ്ജസ്വലരായ രണ്ട് വൈദികർ വന്നിട്ടുണ്ടെന്ന് അറിയുകയില്ല. ശരിക്കും അതല്ല. ചേട്ടത്തിമാർക്ക് മറക്കേ പേടിയും. ശരിയാണ് ചേട്ടത്തിമാരെ, ഈ ലോകത്തിൽ മരണമില്ലാത്തവരായ ആരുമില്ല. നമുക്ക് ഓരോ ദിനവും അതിലേക്കുള്ള ചവിട്ടുപടിയും കൂടിയാണ്. ഇന്ന് കാലത്ത് കാണാറുണ്ട് ചേട്ടത്തിമാരൊക്കെ വാഹനങ്ങളൊക്കെ ചെത്തിപ്പിടിച്ച് നടക്കാറുള്ളതായിട്ട്. ശരിക്കും ചേട്ടത്തിമാരുടെ വാഹനം
ക്രിസ്തുവിന്റെ ആ സ്വർഗീയ പൂന്തോട്ടത്തിൽ എത്തിച്ചേരാൻ നാം എല്ലാവരും അവിടെ എത്തിച്ചേരേണ്ടതുമാണ്. ഭൂതകാലം നമ്മെ ഭരിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അതിനോടുള്ള ഹൃദയംഗമമായ ബഹുമാനം സാധ്യമാകുക. അങ്ങനെയുള്ള ബഹുമാനം ആത്മനിർഭരീകരമായിരിക്കും. ആ ബഹുമാനത്തിൽ നന്ദിയും മഹത്വവും ഉണ്ടാകും. ആ നന്ദി നമ്മളെ ബന്ധനസ്ഥരാക്കില്ല, മറിച്ച് നമുക്ക് ഭാരതവും ലാഘവത്വവും അനുഭവപ്പെടും. നമുക്ക് സ്വാതന്ത്ര്യം തരുന്നവരോട് നമ്മുടെ ഹൃദയം നിറഞ്ഞ അനായാസകരമായ നന്ദി അനുഭവപ്പെടുന്നു. ഇവിടെ ചേട്ടത്തിമാരുടെ മധുരഗാനങ്ങൾ വരയ്ക്കപ്പെട്ട ഒരു രേഖയ്ക്കപ്പുറത്തേക്ക് കിടക്കുന്നില്ല. എന്നാൽ സർവ്വവും ഈശ്വരനാണ് എന്ന് ശക്തമായി ആവിഷ്കരിക്കുകയും ചെയ്യും. സുഗന്ധപൂരിതമായ സുന്ദര നിമിഷങ്ങൾ തന്ന ഈ ചേട്ടന്മാർക്ക് നന്ദി, നന്ദി, നന്ദി.